അമ്മയിൽ തലമുറ മാറ്റം ആഗ്രഹിച്ചെങ്കിലും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും വിസമ്മതിച്ചതോടെയാണ് അത് നടക്കാതെ വന്നത് എന്നാണ് ജഗദീഷ് ഇപ്പോൾ പറഞ്ഞത്. പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും അമ്മ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചു എന്നാണ് ജഗദീഷ് പറഞ്ഞതും. എന്നാൽ ഇരുവരും വിസമ്മതിച്ചതോടെയാണ് പ്രസന്റ് സ്ഥാനത്തേക്ക് തുടരാൻ മോഹൻലാൽ തീരുമാനിച്ചത്. തിരക്ക് കാരണമാണ് ഇരുവരും പിന്മാറിയത്. അമ്മയിൽ നിന്ന് പരിഭവിച്ച് മാറി നിൽക്കുന്നവരെ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ജഗദീഷ് പ്രതികരിച്ചതും. ഇതോടെ സിദ്ദിഖാണ് അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അമ്മയുടെ തെരഞ്ഞെടുപ്പിനൊടുവിൽ ബഹളവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. ബൈലോയെ ചൊല്ലിയാണ് തർക്കം ഉയർന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലെ ആശയക്കുഴപ്പമാണ് താരങ്ങളുടെ ചേരിതിരിഞ്ഞുള്ള ഒച്ചപ്പാടിനെ വഴിവെച്ചത്. 4 വനിതകൾ ഭരണസമിതിയിൽ വേണമെന്നാണ് ബൈലോയിലെ നിബന്ധന. എന്നാൽ മത്സരിച്ച 5 വനിതകളിൽ 2 പേർ പരാജയപ്പെട്ടു. ഇതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച 3 പേരും തിരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഭരണാധികാരിയായ അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രൻ, അനന്യയും 7 നടന്മാരും ഉൾപ്പെടെ കൂടുതൽ വോട്ട് നേടിയ 8 പേരുടെ പേര് പ്രഖ്യാപിച്ച ശേഷം ബാക്കിയുള്ള 3 സ്ഥാനങ്ങളിലേക്ക് വനിതകളെ കോഓപ്പറേറ്റ് ചെയ്യും എന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെ ബാബുരാജ്, അനൂപ് ചന്ദ്രൻ, ജോയ് മാത്യു, കലാഭവൻ ഷാജോൺ, ജയൻ ചേർത്തല തുടങ്ങിയവർ എതിർപ്പുയർത്തി. ഉഷ, പ്രിയങ്ക, സരയു, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ ബഹളം ഉയരുകയായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സരയു, അൻസിബ എന്നിവരെ തെരഞ്ഞെടുക്കണമെന്നും ബാക്കി ഒരാളെ കോഓപ്പറേറ്റീവ് ചെയ്യാമെന്നുമായിരുന്നു ഇവരുടെ എല്ലാം നിർദ്ദേശം. പക്ഷേ ഭരണാധികാരി ബൈലോയിൽ ഉറച്ചു നിന്നു. 2 പേരും വോട്ട് നിലവിൽ പിന്നിലെന്ന ന്യായമാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. സരയുവിന്റെയും അൻസിബയുടെയും പേരുകൾ കൈയടിച്ച് യോഗം പാസാക്കി. ബാക്കിയുള്ള ഒരു സ്ഥാനത്തേക്ക്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ കുക്കു പരമേശ്വരന്റെ പേര് ഉഷ നിർദ്ദേശിച്ചു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റ മഞ്ജു പുള്ളിയുടെ പേരും ഉയർന്നു വന്നു. ഷീലു എബ്രാമിന്റെ പേരാണ് കുക്കു പരമേശ്വരൻ നിർദ്ദേശിച്ചത്. ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം കൂടി അമ്മയുടെ വാർഷിക പൊതുയോഗത്തിൽ ഉണ്ടായി. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രതിനിധികളെ സുരക്ഷാ ജീവനക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പിന്നീട് എത്തിയത്. തന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്നും ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്നും സിദ്ദിഖ് പറയുകയുണ്ടായി. പൊതുയോഗം റിപ്പോർട്ട് ചെയ്യാൻ പത്ര ദൃശ്യ മാധ്യമ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയ ശേഷം ബൗൺസർമാരെ ഉപയോഗിച്ച് തടഞ്ഞുവെക്കുകയും അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് മാധ്യമപ്രവർത്തകരുടെ പരാതി. സംഭവത്തിൽ എറണാകുളം പ്രസ് ക്ലബ് ശക്തമായ പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. രാവിലെ 10 മുതൽ 10 മിനിറ്റ് താമസം യോഗ ഹാളിനുള്ളിൽ കടന്നും ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്താൻ അനുവദിക്കുമെന്ന മുൻകൂർ അറിയിപ്പ് ലഭിച്ചതിനാലാണ് മാധ്യമപ്രവർത്തകർ യോഗവേദിയിൽ എത്തിയത്. എന്നാൽ വളരെ മോശമായ രീതിയിലായിരുന്നു സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം. കൺവെൻഷൻ സെന്ററിന്റെ പുറത്ത് റോഡിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ ബൗൺസർമാരെ ഉപയോഗിച്ച് തടയുകയും മണിക്കൂറോളം സമയം പെരുമഴയത്ത് നിർത്തുകയും ചെയ്തു. ഒടുവിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോഴാണ് ഉള്ളിൽ കടക്കാൻ അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണ നടത്താറുള്ള പത്രസമ്മേളനം ഒഴിവാക്കിയ അമ്മയുടെ ഭാരവാഹികൾ ഔദ്യോഗികമായ പത്രക്കുറിപ്പ് പുറത്തിറക്കാൻ പോലും തയ്യാറായില്ല. പൊതുസമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ ലൈവ് സ്ട്രീമിംഗ് നടത്താനുള്ള അവകാശം ലഭിച്ച വ്യക്തിയെ അമ്മയുടെ PRO ആയി നിയമിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഔദ്യോഗികമായി അറിയിക്കാനും പ്രസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. അമ്മ തന്നെ ചുമതലപ്പെടുത്തി എന്ന പേരിൽ പേരും ഫോൺ നമ്പരും വെച്ചൊരു വാട്സ്ആപ്പ് സന്ദേശം ഈ വ്യക്തി ചില മാധ്യമപ്രവർത്തകർക്ക് മാത്രം അയച്ചിരുന്നു. ഇത് സത്യമാണെങ്കിൽ മേലിൽ അമ്മയെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഈ വ്യക്തി നൽകുന്നത് മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതിയല്ലോ എന്നും മാധ്യമപ്രവർത്തകർ പ്രസ്താവനയിൽ പറയുന്നുണ്ട്.